RLV രാമകൃഷ്ണനെതിരായ സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം, അതിന് പിന്നാലെ ഉണ്ടായ വിവാദം, ഇതൊക്കെ പ്രേക്ഷകർക്കറിയാം. അതിന് പിന്നാലെ ഇപ്പോഴൊരു ചരിത്രപരമായ തീരുമാനം കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാവുകയാണ്. മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കും. എല്ലാ കോഴ്സുകളിലേക്കും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ പ്രവേശിപ്പിക്കാൻ ഇന്ന് ചേർന്ന പുതിയ ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എല്ലാ കോഴ്സുകളിലേക്കും ഒരുപോലെ കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. ഈ വിവാദങ്ങൾ അതിനൊരു കാരണമാവുകയും ചെയ്തു. സൂരജ്, വിവരങ്ങൾ എന്താണ്? തീരുമാനങ്ങൾ എങ്ങനെ? ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് കലാമണ്ഡലം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും ഏറെ സന്തോഷകരമായ ഒരു കാര്യം. കാരണം ഈ വിവാദങ്ങളെല്ലാം ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇത് സംബന്ധിച്ച ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. അതിലേക്ക്, ആ തീരുമാനത്തിലേക്ക് കലാമണ്ഡലവും എത്തിയിരിക്കുന്നു. ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 12-അംഗ ഭരണസമിതി യോഗത്തിൽ വൈസ് ചാൻസലർ തന്നെയാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഒരു അജണ്ടയായി പോലും മോഹിനിയാട്ടത്തിൽ ഈ ആൺകുട്ടികളെ പരിഗണിക്കുന്നത് കൊണ്ടുവന്നിരുന്നില്ല. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഇത് ചർച്ചയ്ക്കെത്തുകയും ഭൂരിഭാഗം അംഗങ്ങളും ഇത്തരത്തിൽ ഈ പ്രവേശനം അനുവദിക്കാം എന്ന തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയുമായിരുന്നു. തുടർന്ന് അടുത്ത അധ്യയന വർഷം മുതൽ ഈ ആൺകുട്ടികൾക്കും ഇവിടെ പ്രവേശനം നൽകാനാണ്. അതോടുകൂടി തന്നെ എല്ലാ കോഴ്സുകളിലേക്കും ലിംഗസമത്വം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് കലാമണ്ഡലം ഭരണസമിതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കഥകളിയിൽ ഈ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ, അതായത് ഈ കഥകളിയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഈ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതായിരുന്നു ഈ ഭരണസമിതിയിൽ ഭൂരിഭാഗം അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ കലാമണ്ഡലം ഗോപി ആശാൻ അടക്കം വലിയ പിന്തുണ നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ ഭൂരിഭാഗം അംഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് കലാമണ്ഡലം ഭരണസമിതി പോയിരിക്കുന്നത്. എന്തായാലും അടുത്ത അധ്യയന വർഷം മുതൽ ഈ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകും. ഈ കലാമണ്ഡലത്തിലെ എല്ലാ കോഴ്സുകളിലേക്കും ലിംഗസമത്വം ഉറപ്പാക്കുന്ന നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിന് എന്തായാലും അതൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്, ചരിത്രപരമായ തീരുമാനമാണ്. ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ ലിംഗഭേദമന്യേ എല്ലാ കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കാൻ ഇന്ന് ചേർന്ന പുതിയ ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഭരണസമിതി അംഗങ്ങളുടെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് ഇപ്പം ഈ വർഷം പുതിയ 3 കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. ഒന്ന് മാസ്റ്റേഴ്സ് ഇൻ ഭരതനാട്യം, 2 മാസ്റ്റേഴ്സ് ഇൻ കുച്ചിപ്പുടി, പിന്നെ തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗ്. ഈ ഒരു കോഴ്സും നമ്മളൊരു പുതിയ കോഴ്സാണ്. പെർഫോമൻസ് മേക്കിങ്ങിന് ഒരു പുതിയ കോഴ്സ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ തുടങ്ങുന്നതെന്ന് പറയാം. ആദ്യമായിട്ടാണ് പെർഫോമൻസ് മേക്കിങ്ങിൻ്റെ കോഴ്സ് തുടങ്ങുന്നത്. മാത്രമല്ല, സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന ഒരു പുതിയൊരു സെൻറ്റർ, ഒരു റിസർച്ചിൻ്റെ എല്ലാം കൊണ്ടുവരാൻ വേണ്ടി ഒരു കാനോപ്പി സെൻറ്ററായിട്ട് നമ്മളൊരു സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തുടങ്ങാൻ തീരുമാനമായിട്ടുണ്ട്.